ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ സിനിമ ഒരു ക്യാമ്പസ് സിനിമ ആയതുകൊണ്ട് തന്നെ ക്ലാസ്മേറ്റ്സ് വെച്ചിട്ട് ഒരുപാട് പേര് കണക്ട് ചെയ്ത് പറയുന്നുണ്ടെന്ന്. ഇപ്പൊ ഈ AI ജനറേറ്റഡ് വീഡിയോസിന്റെ ഒക്കെ കാലമാണല്ലോ. അപ്പൊ കുറെ ക്ലാസ്മേറ്റ്സിന്റെ ആണെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫ്യൂച്ചർ ജനറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ അല്ലേ, അടിപൊളി വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചിലതൊക്കെ വരുമ്പോ കാണാറുണ്ട്. വന്നിട്ടുണ്ട്. ഭയങ്കര രസം. അത് ഭയങ്കര നമുക്കൊരു ഇത്രയും നല്ലൊരു ഇതാകുമ്പോ നൊസ്റ്റാൾജിക് ആയിട്ടത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അല്ല, അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ സിനിമ ഇറങ്ങിയപ്പോൾ അത് എല്ലാവരിലേക്ക് എത്തിയില്ല. കാരണം നമ്മൾ പുറത്ത് പോയിട്ട് ക്ലാസ്മേറ്റ്സ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടായിരുന്നത്. അത്രയും എല്ലാവരും കണ്ടൊരു സിനിമയാണത് ക്ലാസ്മേറ്റ്സ്. അതെ, അന്ന് ചെയ്യുന്ന സമയത്തൊന്നും ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും കരുതില്ലല്ലോ ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഇത് ഇങ്ങനെ ഒരു അതെ ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ ആക്റ്റീവ് അല്ലല്ലോ, മീഡിയ തുടങ്ങിയിട്ടില്ല അങ്ങനെ കാര്യമായിട്ട്. അതുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു, ഇനിയും ചിലപ്പോൾ അത് വേറെ ലെവലിൽ പോയേനെ. അതെ, പക്ഷെ ഒന്നോർത്ത് കഴിഞ്ഞാൽ അത് ആ ടൈമിൽ ഇറങ്ങിയത് ഒരു നൊസ്റ്റാൾജിക് രീതിയാണല്ലോ. അതെ, ഈ ആഘോഷം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഷാജുചേട്ടന്റെ എൻട്രി ശരിക്കും പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഈ മൂവി ചൂസ് ചെയ്യേണ്ട ഒരു പാർട്ട് അതെങ്ങനെയായിരുന്നു? ഇല്ല, ഞങ്ങള് ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്തത്. എല്ലാവരും ഞങ്ങൾ 4 പേരും. കുട്ടേട്ടനാണ് ഞങ്ങൾക്ക് ഇത്തവണത്തെ പുതിയ എൻട്രി. പിന്നെ അതിനുശേഷം ഞങ്ങൾ ആ ടീം തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഏത് സിനിമയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ സിനിമയ്ക്കകത്ത് എൻട്രി ചെയ്യുന്നത്. ഞാൻ കുട്ടേട്ടനുമായിട്ട് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഫാമിലിയായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് സിനിമകൾ ചെയ്തിട്ടുള്ള ആള് കുട്ടേട്ടനാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ, വൈഫിൻ്റെ കൂടെ, എൻ്റെ കൂടെ. ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ കുട്ടേട്ടൻ്റെ കൂടെയുള്ള സിനിമ എനിക്ക് തോന്നുന്നത് രജപുത്രനാണോ ബ്രിട്ടീഷ് മാർക്കറ്റ്. രജപുത്രൻ അതിന് മുമ്പായിരിക്കും, ബ്രിട്ടീഷ് മാർക്കറ്റ്. ആ സിനിമയ്ക്ക് അന്ന് തുടങ്ങിയ ഒരുപാട് നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഞാൻ കണ്ട സീനിയർ ആക്ടർ നല്ല ഒരാളാണ് കുട്ടേട്ടൻ. എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടിലെ പോലെ സംസാരിക്കുകയും എന്നീ സുധീഷിനൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തരുമായിരുന്നു. അങ്ങനെ പണ്ട് മുതലേ ഉള്ള ദീപ പടത്തിലും ഞാൻ ഫസ്റ്റ് സീൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടേട്ടൻ്റെ കൂടെ. അപ്പം നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അവരൊരു സീനിയർ ലെജൻഡായിട്ടൊരു ആക്ടറിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ അഭിനയിച്ചു പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും. എല്ലാ ആൾക്കാർക്കും എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് അഭിനയിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. എക്സ്പീരിയൻസ് എല്ലാം അതിനകത്തുണ്ടാകും, നമുക്ക് അങ്ങനെ കിട്ടുന്ന. ശരി, അത് എനിക്കിപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഈ പടത്തില് കുട്ടേട്ടനുള്ളത് ഒരു വലിയൊരു അസറ്റാണ്. അത് ഒന്ന്. പിന്നെ ഞാനിതിൽ ഒരു കാര്യം നോട്ടീസ്, ഇപ്പം ഈ പറഞ്ഞ പോലെ 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ട് ഞാനിതിൽ ഈ ഒരു ക്യാരക്ടറുണ്ട് സ്കൂൾ കോളേജിൽ പ്രൊഫസറായിട്ട്. അപ്പോൾ അതിങ്ങനെ വായിച്ച് ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ ചെയ്യും, ഇത് ആര് ചെയ്യും, ഇത് വേണോ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിലുള്ളതാണ്. വേറെ ഒരു ക്യാരക്ടർ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടില്ലേ, ഇതിങ്ങനെ ഇത് വർക്കൗട്ട് ആവുമോ? അപ്പം ഞാൻ അമലിൻ്റെ അടുത്ത് അത് ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കും. പെട്ടെന്ന് ചോദിച്ചത് ആരാ ചെയ്യാൻ പോണത്? അത് ജോണി ആൻ്റണി ചേട്ടൻ. ജോണി ആൻ്റണിയാണോ? അപ്പം ഓക്കെ എന്നുവെച്ചാൽ അദ്ദേഹത്തിന് അത് പറ്റും. ചിലവർ ഒരു ഇതുണ്ടല്ലേ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാസ്റ്റിങ്ങിനൊരു ഭയങ്കര, ഇപ്പം നമുക്ക് കൺവിൻസിങ് അല്ല എന്ന് തോന്നുന്ന സാധനം കൺവിൻസിങ് ആക്കാൻ പല ആർട്ടിസ്റ്റുമാർ വരുന്ന പോലെ. അതുപോലെ ഞാനതിൽ സീക്വൻസ് പറയാൻ പറ്റില്ല, പക്ഷേ കുട്ടേട്ടൻ ഇതിൽ വളരെ പവർഫുള്ളായിട്ട് 1-2 കാര്യങ്ങൾ പറയുന്ന ഒരു സീക്വൻസ്, ചെറിയ സീക്വൻസാണ്. അപ്പം അത് ഞാൻ നോക്കിയപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടും നല്ലൊരു ആക്ടർക്കും പിന്നെ അവരുടെ ലൈഫിൻ്റെ അതന്നെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇതൊക്കെ. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇമേജ്, ചില ക്യാരക്ടേഴ്സ് ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ആ കൺവിക്ഷൻ തരുന്ന ഒരു ക്യാരക്ടർ. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിൽ കുട്ടേട്ടൻ ചെയ്തിരിക്കുന്നത്. അപ്പം അത് നമ്മൾ സിനിമയിൽ കാണാറുണ്ട്, പക്ഷേ അഭിനയിക്കുമ്പോൾ നമ്മൾക്കത് കിട്ടുമ്പോൾ നമ്മളൊന്ന് ഞെട്ടിപ്പോവും സന്തോഷം കൊണ്ട്. അപ്പോൾ അത് ഇതിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ പറയായിരുന്നു, നമുക്കൊരു വലിയ അസറ്റാണ്. എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ കേട്ട് ഇത് പറയുമ്പോൾ എനിക്ക് ഞാൻ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ ഇതേപോലെ തന്നെ എന്ത് അല്ല ഞാൻ അതൊന്നേ ഒരിക്കലല്ല. ഈ അങ്ങനെ എത്രയോ പ്രായമുള്ള ആൾക്കാരുണ്ട്. പ്രായം കൊണ്ടല്ലോ കാര്യം, അതല്ല നമ്മളെ പുതിയ ആൾക്കാർ ഭയങ്കര മിടുക്കന്മാരായ ആൾക്കാരല്ലേ. പുതിയ ഡയറക്ടർമാരാണെങ്കിലും ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഡയറക്ടർ നിൽക്കണം, ഞാൻ അമൽ എന്നൊക്കെ വിളിക്കും, ഷോർട്ട് റെഡി സർ
ഞാനിപ്പോഴും അതേ അങ്ങനെ പറയുന്നത്. റെഡി സാർ റെഡി സാർ എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോ നമുക്കെന്താ പോലെ ഇത്ര അതല്ല, അത് നമ്മളാ നിൽക്കുന്ന ഒരാളെ ബഹുമാനിക്കുന്ന അയാളല്ലേ പറയേണ്ടത്, തീരുമാനിക്കേണ്ടത് ശരിയാണോ തെറ്റാണോ. ഞാൻ ഇത്ര വർഷമായി എന്ന് പറഞ്ഞോണ്ട് ഞങ്ങളെ കാരണവരായിട്ട് പറഞ്ഞ കാര്യമുണ്ടോ? അതുപോലെ ഞാൻ അഭിനയിച്ചിട്ട് ഒരിക്കലും ഞാനിപ്പോ ഈ മോണിറ്ററിനകത്ത് ഞാൻ നോക്കാറില്ല. ഞാനത് പറയാൻ പറ്റുമോ? കാരണം ഞാൻ ഒരിക്കൽ പോലും ഒരു സിനിമയിലും ഞാൻ മോണിറ്ററിൽ പോയി നോക്കൂല. എന്നിട്ട് എന്റെ കാര്യമല്ല അത് ഡയറക്ടർക്ക് വേണ്ടിയുള്ളതാ. ഒന്ന് ക്രോസ് ചെക്ക് പോലും ചെയ്യൂല. ഞാൻ ചില വളരെ അപൂർവമായിട്ട് ചിലപ്പോ ഈ കണ്ടിന്യൂറ്റി ഒന്ന് പറയും, ചേട്ടാ കണ്ടിന്യൂറ്റി അതല്ല, ഞാൻ പറയാം അല്ല കണ്ടിന്യൂറ്റി അതാണല്ലോ, അല്ല ചേട്ടാ എന്ന് പറയും. അപ്പൊ എനിക്ക് വിശ്വാസം ഇല്ല ഇയാള് പറഞ്ഞു. അപ്പൊ ചിലപ്പോ ഒരു ഈ ചെറിയ ഇവിടെ മൊബൈലിനകത്തായിക്കൊണ്ടിരുന്നത് അന്നേരം ഞാൻ പോയി എനിക്കൊന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റാ കണ്ടിന്യൂറ്റി നോക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കും. അല്ലാതെ ഞാൻ എന്റെ അഭിനയം എന്ന് വെച്ചാൽ തീരുമാനിക്കേണ്ടത് ഡയറക്ടറാണ്. പണ്ട് നമ്മൾ അഭിനയിച്ചിരുന്ന കാലത്ത് ഇപ്പം ജോഷിയാണെങ്കിലും സത്യന്തിക്കാണും അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് ഈ ക്യാമറ അടുത്ത് നിന്നിട്ട് സ്റ്റാർ ക്യാമറ അത് അവനിക്ക് നോക്കരുത്. ഇപ്പൊ ക്യാമറമാൻ ഇതിനകത്തൂടെ നോക്കിയിട്ട് ക്യാമറാമാൻ ഡയറക്ടർ കട്ട് എന്ന് പറഞ്ഞാൽ ക്യാമറമാൻ ഞാൻ നോക്കും. ക്യാമറമാൻ ഓക്കെ, ക്യാമറമാൻ ഇതിനകത്തോട് നോക്കിയിട്ട് ഓക്കെ പറയുന്നതാണ് ഡയറക്ടർക്ക് ഓക്കെ. ആ ഡയറക്ടറുടെ ഓക്കെ 2-3 രീതിയിലുള്ള ഓക്കെ ഉണ്ട്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുഴപ്പമില്ല. പക്ഷെ ചിലരുടെ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെയാ. ചില ക്യാമറമാൻ നോക്കിയിട്ട് ഡയറക്ടർ ചോദിക്കും ഓക്കെ ആണെന്ന്. എക്സ്പ്രഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അപ്പൊ ഡയറക്ടർ ഓക്കെ, പക്ഷെ നമുക്കൊരു സുഖം തോന്നുകയല്ല എന്ന് പറയുന്നു. അവരുടെ ഒരു റിയാക്ഷൻ കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യണം, അല്ലെ ശരിയായില്ല, ഇതിനൊക്കെ ശരി തെറ്റുകളെ പറ്റി നമ്മൾ ബോധവാനാകുന്നു. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു ശരികളെ പറ്റി നമുക്ക് അറിയാം, ഒരു ഐഡിയ ഉണ്ടല്ലോ. ഐഡിയ ഉണ്ട്. കുട്ടികളെ പറ്റി എടുത്തു പറയേണ്ട വേറെ കാര്യമുണ്ട്. അതായത് സാധാരണ നമ്മൾ ഈ സീനിയർ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഷോട്ടിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, ഇവരൊക്കെ ചിലപ്പോൾ സമയത്ത് ടൈമിംഗ് തെറ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ടൈമിംഗ് ശരിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെർഫോമൻസ് ശരിയാക്കാൻ വേണ്ടി നമ്മൾ ഇവരെ വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡമ്മിയായിട്ട് ഒരാൾ നിർത്തി നമ്മൾ ചിലപ്പോൾ സീൻ നിന്ന് നോക്കും. അപ്പം അങ്ങനെ സാധാരണ ചെയ്യാറില്ലേ. പക്ഷെ അത് ഞാനും ആക്ച്വലി പടം തുടങ്ങിയ ആദ്യത്തെ കുറച്ച് ദിവസം അങ്ങനെ ഫോളോ ചെയ്തത്. കുട്ടേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടേട്ടൻ അതിന് തന്നെ വിളിക്കാതെ സാറ് ഫൈനൽ അല്ല റിഹേഴ്സൽ ഞാൻ വന്ന് നിൽക്കാം. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. കാരണം കുട്ടേട്ടനെ പോലത്തെ ആള് നമ്മൾ റിഹേഴ്സലിനോട് നിർത്താന്ന് പറയാം. അത് നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ നോക്കിയപ്പോഴത്തേക്കും എത്ര റിഹേഴ്സലിന് വേണേലും ഇദ്ദേഹം വരാൻ നിൽക്കുന്നത് റെഡിയാണ്. നമുക്കറിയാൻ പറ്റും ഇപ്പൊ ആള് ചെയ്യുന്ന എന്താണ്, ആള് അവര് ചെയ്യുന്നത് അനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സീനിയേഴ്സ് എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഡമ്മി റിഹേഴ്സൽ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എനിക്കൊരു പുതിയ അറിവ്. ടൈമിംഗ് ശരിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഷോട്ട് എടുക്കുന്ന സമയത്ത് തെറ്റിപ്പോകും, വീണ്ടും റീടേക്ക് പോയിക്കൊണ്ടേ. നമ്മളെല്ലാരും കൂടെ ഉണ്ടെങ്കിലേ എന്താ പറയുക എൻസെമ്പിൾ ആക്ടിങ് എന്ന് പറയില്ല, എല്ലാരും കൂടെ ഉണ്ടാകുമ്പോൾ ഉള്ളൊരു റിതമുണ്ട്. അത് നമ്മൾ 5-6 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് ചെയ്യുമ്പോഴേ ഉണ്ടാവുള്ളൂ. മാത്രമല്ല എന്തെങ്കിലും പുതിയ ഇതൊന്നുമല്ല നമ്മളിപ്പോ ചിലപ്പോ ക്ലോസ് എടുക്കുന്ന പോലെ നമ്മൾ കാണുന്നില്ല. ചേട്ടൻ്റെ ഇല്ല, ചേട്ടൻ്റെ ക്ലോസാ. മറ്റേ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളോട് പറയുന്നത് ഡയലോഗ് ആയിരിക്കും, അല്ലെ ഡയലോഗോ റിയാക്ഷനോ ആയിരിക്കും എടുക്കുന്നത്, അയാൾ മാത്രം മതി. പക്ഷെ അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിഞ്ഞാലേ എനിക്ക് തിരിച്ചു പറയാൻ പറ്റുള്ളൂ. ഞാനത് കാണേണ്ട എന്റെ ആവശ്യമാണ്. പിന്നെ ഞാൻ ആ സീനിൽ ഇല്ലെങ്കിൽ പോലും അയാളുടെ റിയാക്ഷൻ അല്ലെ ആക്ഷൻ എന്താന്നുള്ളത് നമ്മൾ അറിയണം, എങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്റെ ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ ആരോട് പറയുന്നത് ചേട്ടാ ഇവിടെ നോക്കി പറയുമെന്നല്ലേ പറയുള്ളൂ. ഇവിടെ നോക്കി ഇയാളുടെ മുഖത്ത് എന്താണ് സംഭവിക്കുന്നത് ഞാൻ അറിയണ്ടേ. പിന്നെ പക്ഷെ എത്ര റിഹേഴ്സൽ പോയാലും കുട്ടേട്ടന് ഒരു ഇതിലുണ്ട്, എത്ര വേണേലും കുട്ടേട്ടൻ നിന്ന് വരും. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു.